വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 4 വർഷമായി. ഇപ്പം 4 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടില്ല. ഒരു വർഷം പോയി എങ്ങനെയൊക്കെയോ എനിക്ക് ഭയങ്കര ചമ്മലും ഭയങ്കര ഇതൊക്കെയായിരുന്നു. പെട്ടെന്നൊരു ആവേശത്തിൽ കയറി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം അതിനുശേഷമാണ് ഈ യൂട്യൂബ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ആദ്യമൊക്കെ പറയും യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ മതി, പൈസ കിട്ടും, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ കുറേ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ശരി, യൂട്യൂബിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വേഗം നമുക്ക് പൈസ കിട്ടും, വേഗം തന്നെ പൈസ കരിയാവും, അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ആദ്യം തന്നെ ഇതിലേക്ക് ചാടി കയറി പുറപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു വർഷം എന്തായാലും അങ്ങനെ വീഡിയോസ് ഒന്നും അങ്ങനെ ഇട്ടില്ല. ആദ്യം കുറച്ച് വീഡിയോസ് ഇട്ടു, വാച്ച് അവർ അങ്ങനെ ഒന്നും കൂടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 43 സബ്സ്ക്രൈബേഴ്സ് കിടക്കുമായിരുന്നു. ഒരു വർഷത്തോളം അത്രയും സബ്സ്ക്രൈബേഴ്സ് കിടക്കുമായിരുന്നു. അതിനുശേഷം ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഒരു വർഷം കൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ 4 വർഷത്തെ ഇതിൽ 3 വർഷം ഞാൻ അതിൻ്റെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലായിരുന്നു. ഒരു വർഷം കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വാച്ചവേഴ്സൊക്കെ കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വാച്ചവേഴ്സൊക്കെ ഏകദേശം ആവാറായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ച് ഒന്ന് ലാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലോങ് വീഡിയോസ് കുറച്ചിട്ട് ഷോർട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ പിന്നെയും വാച്ചവേഴ്സ് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ യൂട്യൂബിലോട്ട് കടന്നു വരാൻ നിൽക്കുന്നവരോടായിട്ട് പറയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല യൂട്യൂബ്. നമ്മൾ വേഗം പൈസക്കാരാവാന്നൊന്നും വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. യൂട്യൂബിനോടുള്ള പാഷൻ കൊണ്ടോ അതല്ലാതെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കൊണ്ടോ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സക്സസ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാത്തിനും ഒരു ലക്ക് വേണമല്ലോ, അതും നമ്മുടെ മുൻ ഇതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറയട്ടെ, എനിക്ക് ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയാണ്, അത്ര എളുപ്പമല്ല നമുക്ക് യൂട്യൂബിൽ ഇതാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ 4 വർഷമായി ഞാൻ തുടങ്ങിയിട്ട്, ഒരു വർഷമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് 500 സബ്സ്ക്രൈബേഴ്സിനെ ഇതാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചാലഞ്ച് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ ഒരു 500 സബ്സ്ക്രൈബേഴ്സായി. അത് കഴിഞ്ഞ് 1 ഇയർ അടുപ്പിച്ച് ആവാറായപ്പോഴത്തേക്കാണ് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നത്. ഭയങ്കര താമസമായിരുന്നു. ഇതിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിന് എനിക്ക് തോന്നുന്നു കുറച്ച് കാലം ആയല്ലോ നമ്മൾ ചാനൽ തുടങ്ങി വെച്ചിട്ട്. അപ്പം അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇത്ര എളുപ്പമല്ല കേട്ടോ ഇതിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത്രയെങ്കിലും നമുക്ക് യൂട്യൂബിൽ ഒന്ന് കയറാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ എനിക്കിതുവരെ മോണിറ്റൈസേഷൻ ഒന്നും ഓൺ ആയിട്ടില്ല കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല. അപ്പോൾ ആകുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇടാം, അതിനുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ. അപ്പോൾ ഉടനെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണെന്നറിയില്ല, ദൈവം കൂടി കനിയണം. അപ്പം സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ നമുക്ക് അത്ര വലിയ പാടൊന്നുമില്ല. ഷോർട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശമൊക്കെ കൂടും. പിന്നെ ലോങ് വീഡിയോസ് ആണ് മെയിനായിട്ട് വേണ്ടത്. എന്തായാലും കണ്ടന്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വേറെ ഒരു ജോലിയിൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിലൊരു ജോലിക്ക് പോയാലോ, അത് നമ്മൾ പോയി അവിടെ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് യൂട്യൂബും. പിന്നെ നമുക്ക് ഈ വീഡിയോ ഇടുമെന്ന് പറഞ്ഞ് ഇതൊക്കെ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഒരിത് വേണം, നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടണം, നമുക്കൊരു സെൽഫായിട്ടുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോസ് ഇടുമ്പം മെയിനായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ, ഫോണിൽ കുത്തിയിരിക്കുക, ഫോണിൽ ഇതെടുക്കുന്ന വീഡിയോസ് എടുക്കുന്ന, എന്നിട്ട് ഇതുവരെ കിട്ടിയില്ലയോ എന്നൊക്കെ നമുക്ക് പലയിടത്തുനിന്നും ഇങ്ങനെ ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഒരു ചെവിയിലൂടെ കിട്ടും, അടുത്ത ചെവിയിലൂടെ കളയുക, അത്രയും നമുക്ക് ഇപ്പം ചെയ്യാനുള്ളൂ. നമുക്ക് എന്തായാലും ഇതിൽ മുന്നേറാൻ പറ്റുമെന്ന് ഉറപ്പാണ്. നമ്മൾ അങ്ങനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫലം എന്തായാലും കിട്ടും. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. എന്താണെന്ന് അറിയില്ല. ഇതിൽ കൂടുതലായിട്ട് വലിയ ധാരണയില്ലാത്ത ആൾക്കാരുടെയൊക്കെ ഇത് യൂട്യൂബിൽ എന്തോ പൈസ കിട്ടും, പക്ഷേ നമ്മളങ്ങ് വേറെ കുറേ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് കിട്ടും, അങ്ങനെയൊന്നും അല്ല. എന്തോ ആയാലും വ്യൂസ് വേണം. സബ്സ്ക്രൈബേഴ്സ് ആദ്യമേ 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് നമ്മുടെ വാച്ചവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4000 വാച്ചവർ കംപ്ലീറ്റ് ചെയ്യുന്നത് ചില്ലറ കാര്യമല്ല. നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ 4000 വാച്ചവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഷോർട്സ് ഇട്ട് 10 മില്യൺ അടിച്ച് മോണിറ്റൈസ് ആവുകയാണെങ്കിൽ
അത് അങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ എനിക്ക് പറ്റിയ വലിയൊരു അമളി എന്ന് പറയുന്നത്, ഒരു 7-8 മാസം മുന്നേ ഞാൻ ഇടുന്ന ചലഞ്ച് വീഡിയോസിനൊക്കെ അത്യാവശ്യം എനിക്ക് വ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര വലിയ വ്യൂസ് അല്ല, ഒരു 19K വ്യൂസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ വാച്ചേഴ്സ് ഒക്കെ തനിയെ കൂടാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഇടുന്ന വീഡിയോസ്, ആ ചലഞ്ച് വീഡിയോസ്, അത് കഴിഞ്ഞിട്ടിടുന്ന വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ശരി, ഞാൻ രക്ഷപ്പെട്ടു, ചാനൽ കയറി തുടങ്ങി എന്ന് ഞാനിങ്ങനെ വിശ്വസിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ വിചാരിച്ചിരുന്ന് പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഭയങ്കര മടിയായി. അതിൻ്റെ പ്രധാന പ്രശ്നമാണ് മടി വേണ്ട നമുക്കിതിന്. അപ്പോൾ എന്ത് പറഞ്ഞു, അങ്ങനെ ചാലഞ്ച് വീഡിയോസിന് അത്യാവശ്യം വ്യൂസൊക്കെ കൂടിയപ്പോഴത്തേക്ക് എനിക്ക് സ്വാഭാവികമായിട്ട് മടി വന്നു. അങ്ങനെ ചാനൽ, അങ്ങനെ വീഡിയോസ് ഇടാതായി. വാച്ച് അവർ കൂടുന്നുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്ക് മാത്രം എന്താ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത, വാച്ച് അവർ കൂടുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ നമുക്കിനി സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്താ, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്, വാച്ച് അവർ കൂടുന്നില്ല. പക്ഷേ നമ്മൾ അതല്ല നോക്കുന്നത്. സബ്സ്ക്രൈബേഴ്സ് എപ്പോൾ വേണേലും എങ്ങനെ വേണേലും കൂടിക്കോട്ടെ, നമ്മൾ വാച്ച് അവേഴ്സ് ആണ് കൂട്ടാൻ നോക്കേണ്ടത്. എന്നാലേ നമുക്ക് ചാനൽ മോണിറ്റൈസ് ആകത്തുള്ളൂ. പിന്നെ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഒപ്പിച്ച വാച്ച് അവേഴ്സ് കുറഞ്ഞു വരാൻ തുടങ്ങും. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഭയങ്കര വിഷമമായിട്ട് തോന്നുന്നത്. അതാണ് കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഭയങ്കര സങ്കടമാണ് എനിക്കതിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും വാച്ച് അവേഴ്സ് ഒക്കെ കുറയുക. അപ്പോൾ പിന്നെ നിർത്തിയിട്ട് പോവാം, എന്തായാലും ആവട്ടെ നിർത്തിയിട്ട് പോവാന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പം എല്ലാവരും കൂടെ പറഞ്ഞു, ഇത്ര കിട്ടില്ലേ, അപ്പോൾ ആവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് എനിക്ക് പിന്നെ അങ്ങ് സങ്കടമായി. രാത്രി കിടന്ന ഉറക്കമില്ല എന്നൊക്കെ പറയാം. ഭയങ്കര അങ്ങ് സങ്കടമായി. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് എന്തായാലും ശരിയാവാത്തേ എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെ എനിക്കൊരു വാശിയായി, എന്തുവാണ് ഇതിൽ നിന്ന് ഞാൻ മോണിറ്റൈസ് ആക്കിയിട്ടേ വേറെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിരന്തരം ഇപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മോണിറ്റൈസ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഇനി യൂട്യൂബിലേക്ക് വരാനിരിക്കുന്ന ബിഗിനേഴ്സിനോട് ഒരു കാര്യം പറയാനുള്ളൂ, എന്തായാലും നിങ്ങൾ എന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഷോർട്ട് വീഡിയോസ് ഇടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ലോങ് വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. പിന്നെ വേണ്ടത് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ എന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ക്ലാരിറ്റിയുള്ള ഒരു ഫോണാണ്. എനിക്ക് പറ്റിയ അതാണ്. എൻ്റെ ഫോൺ അത്ര വലിയ ക്ലാരിറ്റിയോ, പഴയ കുറഞ്ഞൊരു ഫോണായിരുന്നു എൻ്റെ കയ്യിലിരുന്നത്. ഈ ഒരു മാസം പോലും ആയില്ല ഇപ്പം ഞാൻ ഫോണൊന്ന് മാറ്റിയിട്ട്. പക്ഷേ അന്നിടുന്ന വീഡിയോസിന് ആ വ്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫോണായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴേ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. അപ്പം ഇതുവരെ ഉള്ള ഒരു യൂട്യൂബിൽ നിന്നൊരു എക്സ്പീരിയൻസ് ഇതായിരുന്നു കേട്ടോ. യൂട്യൂബ് ജേണി ഇതായിരുന്നു. ഓരോരുത്തരുടെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ കൊതി തോന്നുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് എങ്ങനെ കയറുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്കും ഇതുപോലെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായാലും എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.